സ്വന്തമായി ഒരു വീട് എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അത് എല്ലാവർക്കും യാഥാർത്ഥ്യമാകുന്നതിന് ഞങ്ങളും ഒരു നിമിത്തമാവട്ടെ. ഹലോ, നമസ്കാരം. ഞാൻ രമേഷ് പി നായർ. മെട്രോ ലാൻഡ് റിയൽറ്റേഴ്സ് ആൻഡ് ഹോം കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിൽ അങ്കമാലി ടൗണിന് വളരെ അടുത്തായി കിടങ്ങൂർ എന്ന ലൊക്കേഷനിലുള്ള ഒരു മനോഹരമായ ഒരു വീടാണ്. 7.5 സെന്റ് സ്ഥലത്ത് 2450 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി കേവലം 1 വർഷം മാത്രം പഴക്കമുള്ള ഒരു ഫർണിഷ്ഡ് ഹൗസാണ് ഇത്. ഈ വീടിൻ്റെ മുന്നിലൂടെ അതിവിശാലമായ ഒരു ടൈൽ പാക്കി മനോഹരമാക്കിയിട്ടുള്ള ഒരു റോഡാണ് കടന്നു വരുന്നത്. വീടിനകത്തേക്ക് പ്രവേശിച്ചാൽ ചുറ്റിലും കെട്ടിത്തിരിച്ചിട്ടുള്ള ഒരു കോമ്പൗണ്ട് വാളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വീടിൻ്റെ മുൻഭാഗത്തായി ഒരു സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഫോൾഡിംഗ് ഗേറ്റുമാണ് കൊടുത്തിട്ടുള്ളത്. കോമ്പൗണ്ടിനകത്തേക്ക് പ്രവേശിച്ചാൽ അതിവിശാലമായ ഒരു മുറ്റമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. മുറ്റത്ത് 3-4 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന അതിവിശാലമായ ഒരു ഓപ്പൺ ഏരിയ നമുക്കിവിടെ ലഭിക്കുന്നു. ഇവിടെയായി ഏതൊരു കാലാവസ്ഥയിലും വറ്റാത്ത ശുദ്ധജലം കിട്ടുന്ന ഒരു കിണറാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അതിവിശാലമായ ഒരു കവേർഡ് കാർ പോർച്ചാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ മുൻഭാഗത്തായി ഗ്രാനൈറ്റ് വിരിച്ച് വിശാലമായ ഒരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. 2 സ്റ്റെപ്പുകൾ കൊടുത്ത് ഗ്രാനൈറ്റ് വിരിച്ച് മനോഹരമാക്കി വെച്ചിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വീടിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ മുൻഭാഗത്തായി തേക്കിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു സിംഗിൾ പാളിയിലുള്ള ഒരു ഫ്രണ്ട് ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വീടിനകത്തേക്ക് പ്രവേശിച്ചാൽ വിശാലമായ ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വളരെ മനോഹരമാക്കി വച്ചിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ലിവിങ് ഏരിയയിൽ നന്നായി ഫർണിഷ് ചെയ്തിട്ടുള്ള ഒരു TV യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ ഒരു കോർണർ സോഫ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായി സോഫ സെറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ടീപ്പോയ് ഉണ്ട്. ഈ വീട് വിൽപ്പനയ്ക്കായി വെച്ചിട്ടുള്ളത് ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെയാണ് വിശാലമായ ഒരു ഡൈനിങ് ഏരിയ ഈ വീടിന് കിട്ടുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള 8 പേർക്കിരിക്കാവുന്ന ഒരു ഡൈനിങ് യൂണിറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയുടെ ഈ ഭാഗത്തായി വളരെ മനോഹരമാക്കി വെച്ചിട്ടുള്ള ഒരു വാഷ് ഏരിയ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ലൈറ്റുകൾ ചേഞ്ച് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു മനോഹരമായ ഒരു മിററാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെയായി നല്ല ഭംഗിയുള്ള ഒരു വാഷ് യൂണിറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. താഴെയായി നിറയെ സ്റ്റോറേജ് ഏരിയ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വീടിൻ്റെ 1ാമത്തെ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കാം. ഇവിടെയാണ് അതിവിശാലമായ ഒരു മാസ്റ്റർ ബെഡ്റൂം കിട്ടുന്നത്. വളരെ മനോഹരമായ ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
ഇവിടെ ഒരു കിങ് സൈസ് ബെഡ് കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമാക്കി വെച്ചിട്ടുള്ള ഒരു ടെക്സ്ചർ വർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെയായി 3 പാളികളിലായി വച്ചിട്ടുള്ള ഒരു വാർഡ്രോബാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് ഈ വീടിൻ്റെ വാഷ്റൂമിൻ്റെ ഏരിയ. ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ സ്ഥാനം. വളരെ മനോഹരമാക്കി വെച്ചിട്ടുള്ള ഒരു രണ്ടാമത്തെ ബെഡ്റൂമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ചുമരുകളിൽ ടെക്സ്ചർ വർക്കുകൾ ചെയ്ത് ഒരു കിങ് സൈസിലുള്ള ഒരു ബെഡാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. വളരെ മനോഹരമായി സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെയും ലഭിക്കുന്നത്. ഇവിടെ 3 പാളികളിലുള്ള വലിപ്പമുള്ള ഒരു വാർഡ്രോബാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. ഈ വീടിൻ്റെ മനോഹരമായ കിച്ചണിലേക്ക് നമുക്ക് കടക്കാം. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വലിപ്പമുള്ള ഒരു കിച്ചണാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെ കിച്ചൺ ഹോബ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രാനൈറ്റ് വിരിച്ച് വളരെ ഭംഗിയാക്കി വെച്ചിട്ടുള്ള ഒരു കിച്ചൺ ടോപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കിച്ചൺ ടോപ്പിന് താഴെയായി നിറയെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. നിറയെ കബോർഡുകൾ കൊടുത്ത് ഭംഗിയാക്കി വെച്ചിട്ടുള്ള ഒരു കിച്ചണാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അതുപോലെ തന്നെ മുകൾ ഭാഗത്തായും നിറയെ സ്റ്റോറേജ് ഏരിയ കിട്ടുന്ന ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചണാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പുകളിൽ ടൈലുകൾ വിരിച്ച് സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിൽ കൊടുത്ത് വളരെ ഭംഗിയാക്കി വെച്ചിട്ടുള്ള ഒരു സ്റ്റെയർ കേസാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. മുകളിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഭാഗത്തായി സൺലൈറ്റ് കിട്ടുന്നതിന് ഒരു സ്ലൈഡിംഗ് കർട്ടനും 3 പാളികളുള്ള ഒരു വിൻഡോയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസിന് മുകളിലായി ഈ വീടിൻ്റെ വളരെ ഭംഗി കൂട്ടുന്ന ഒരു ഹാങ്ങിങ് ലൈറ്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മുകളിലേക്ക് കടന്നു വന്നാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അപ്പർ ലിവിങ് ഏരിയയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പർ ലിവിങ് ഏരിയയുടെ ഈ ഭാഗത്തായി 3 സീറ്ററിൻ്റെയും ഒരു സിംഗിൾ സീറ്ററിൻ്റെയും ഒരു സെറ്റ് കൊടുത്ത് വച്ചിട്ടുണ്ട്. അപ്പർ ലിവിങ് ഏരിയയിൽ നിന്ന് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള മനോഹരമാക്കി വെച്ചിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഇവിടെയായി ഒരു കിങ് സൈസ് ബെഡാണ്, ഒരു കോട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചുമരുകളിൽ ടെക്സ്ചർ വർക്കുകളെല്ലാം ചെയ്ത് വളരെ മനോഹരമാക്കി വെച്ചിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഇവിടെയായി 3 പാളികളിലായി കൊടുത്തിരിക്കുന്ന വാർഡ്രോബുകളാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. ഈ വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം. ഇവിടെയും അതിവിശാലമായ ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. 3 പാളികളിലായി നിറയെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാർഡ്രോബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചുമരുകളിൽ ടെക്സ്ചർ വർക്കുകൾ ചെയ്ത് ഭംഗിയാക്കി വച്ചിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ബെഡ്റൂമിൽ ഈ ഭാഗത്തായി നമുക്ക് ലഭിക്കുന്നത്. ഒരു കിങ് സൈസ് കോട്ട് കൊടുത്ത് ബെഡ്റൂമാണ് നമുക്ക് ഇവിടെയും ലഭിക്കുന്നത്. ഇവിടെയാണ് 4ാമത്തെ ബെഡ്റൂമിൻ്റെ വാഷ്റൂം കൊടുത്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഫ്രണ്ട് ബാൽക്കണി. അതിവിശാലമായ ഒരു ഫ്രണ്ട് ബാൽക്കണിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ഫ്രണ്ട് ബാൽക്കണിയിൽ നിന്നാൽ വീടിൻ്റെ മുറ്റവും റോഡും മറ്റു വീടുകളും അതുപോലെ തന്നെ പ്രകൃതി എല്ലാം ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു വൈബായിട്ടുള്ള ഒരു ഏരിയയാണ് നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് ബാൽക്കണിയിൽ നിന്ന് ലഭിക്കുന്നത്. ഇവിടെയാണ് ഓപ്പൺ ടെറസ് ഏരിയ, കവേർഡ് ചെയ്ത ഒരു ഓപ്പൺ ടെറസ് ഏരിയ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. വിശാലമായ ഒരു യൂട്ടിലിറ്റി ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെയായി വാഷിംഗ് മെഷീനും മറ്റും വയ്ക്കുന്നതിന് പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള ഒരു പ്ലഗ് പോയിന്റും വാട്ടർ പോയിന്റും എല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വാഷ് ഏരിയ ഇവിടെയും കൊടുത്തിട്ടുണ്ട്.
അതിവിശാലമായ ഒരു യൂട്ടിലിറ്റി ഏരിയയാണ് ഇവിടെ ലഭിക്കുന്നത്. ഇവിടെ നിന്ന് മുകളിലേക്ക് ഓപ്പൺ ടെറസിലേക്ക് പോകുന്നതിന് പ്രത്യേകം കൊടുത്തിട്ടുള്ള ഒരു സ്റ്റീലിൻ്റെ സ്റ്റെയർ കേസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏഴര സെന്റ് സ്ഥലത്ത് 2450 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയ ഒരു ഫർണിഷ്ഡ് ഹൗസാണ് ഇത്. ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില 90 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ഈ വീട് വാങ്ങുന്നതിനായി 2 ഓപ്ഷനാണുള്ളത്. ഒന്ന്, ഫുള്ളി ഫർണിഷായി കൊടുക്കുവാൻ ഈ ഉടമ തയ്യാറാണ്. ഇതിൽ കാണുന്ന എല്ലാ ഫർണിച്ചറുകളും വിൽപ്പനയ്ക്കായി ഈ വീടിനോടൊപ്പം കൊടുക്കുവാൻ ഈ ഉടമയ്ക്ക് താല്പര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വീടിന് 90 ലക്ഷം രൂപയാണ് വില. രണ്ടാമത്തെ ഓപ്ഷൻ, ഇതൊരു അൺഫർണിഷായി ഫർണിച്ചർ ഒന്നുമില്ലാതെ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും. അതിന് വില 85 ലക്ഷം രൂപ. വില രണ്ടിനും നെഗോഷ്യബിൾ ആണ്. അങ്കമാലി ടൗണിൽ നിന്ന് കേവലം 2 കിലോമീറ്ററും ബസ് സ്റ്റോപ്പിലേക്ക് വെറും 100 മീറ്ററും കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 6 കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം. മാർക്കറ്റ്, സ്കൂൾ, ഹോസ്പിറ്റൽ, ആരാധനാലയങ്ങൾ, ബാങ്ക് എന്നീ എല്ലാവിധ സൗകര്യങ്ങളും ഈ വീടിൻ്റെ 1/2 കിലോമീറ്റർ ചുറ്റളവിൽ അവൈലബിൾ ആണ്. വളരെ ശാന്തമായ ഒരു ചുറ്റുപാടിലും മാലിന്യമുക്തമായ ഒരു അന്തരീക്ഷത്തിലും
പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലുമാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത്. സിറ്റി ലൈഫിൽ നിന്നുകൊണ്ട് തന്നെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടി കൂടിയാണ് ഇത്. പ്രവാസികൾക്കും നാട്ടിലുള്ളവർക്കും താമസത്തിന് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും വളരെ അനുയോജ്യമായ ഒരു വീട് കൂടിയാണ് ഇത്. കൊച്ചിയിലെ എല്ലാ മേജർ ലൊക്കേഷനിലേക്കും വളരെ എളുപ്പത്തിലെത്താൻ കഴിയുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഒരു പ്രീമിയം കമ്മ്യൂണിറ്റി ലിവിങ്ങിൻ്റെ ഭാഗമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ അനുയോജ്യമായ ഒരു വീടാണ് ഇത്. നല്ല അയൽക്കാരോടൊപ്പമുള്ള ഒരു സൗഹൃദം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീട് വളരെ അനുയോജ്യമായ ഒരു വീട് കൂടിയാണ്. നിങ്ങൾക്ക് മറ്റൊരു വീടോ സ്ഥലമോ ആണ് വേണ്ടതെങ്കിൽ, നിങ്ങളുടെ മറ്റേതെങ്കിലും ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായി ഉണ്ടെങ്കിൽ, ഇതുപോലെ ചിത്രീകരിച്ച് ഞങ്ങളുടെ ചാനലിൽ ആഡ് കൊടുക്കുന്നതിന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ വീഡിയോയും മുഴുവനായി കാണുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും OLX-ലും ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. നമസ്കാരം.